എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ PNCMAC അതായത് പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഓഫ് കേരളയുടെ BSc നഴ്സിംഗ് കോഴ്സ് അതുപോലെ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് കോഴ്സ് എന്നിവയിലേക്കുള്ള ഈ ഒരു വെരിഫൈഡ് ഡാറ്റ പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു PNCMAC.in എന്നുള്ള വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വെരിഫൈഡ് ഡാറ്റ പരിശോധിക്കാവുന്നതും അപേക്ഷയിൽ ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ വരുത്താവുന്നതും ആണ്. വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് ഈ ഒരു 30-ാം തീയതി വരെ വൈകുന്നേരം 5 മണി വരെയാണ് ഈ ഒരു ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ വരുത്താൻ സാധിക്കുക. നിലവിൽ വിദ്യാർത്ഥികൾക്ക് വെബ്സൈറ്റിൽ റിജക്റ്റഡ് ലിസ്റ്റ് ഫോർ PNCMAC റാങ്ക് ലിസ്റ്റ് ഫോർ ദ ഇയർ 2025-26 എന്ന് പറഞ്ഞുകൊണ്ട് റിജക്റ്റ് ചെയ്യപ്പെട്ട വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ റിജക്റ്റ് ചെയ്യപ്പെടാനുണ്ടായ കാരണം എന്താണ്, അത് നിങ്ങൾക്ക് ഈ ഒരു ഓഗസ്റ്റ് 30-ാം തീയതി വൈകുന്നേരം 5 മണി വരെ പരിഹരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകളോ തിരുത്തലുകളോ ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്കും PNCMAC.in വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ തെറ്റുകൾ തിരുത്താവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു തെറ്റുകളൊക്കെ കാര്യങ്ങളൊക്കെ തിരുത്തുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. PNCMAC.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ലോഗിൻ ഓൾറെഡി രജിസ്റ്റേർഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ BSc നഴ്സിംഗിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കുക, അതുപോലെ തന്നെ പാസ്വേഡ് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. പ്രൊഫൈൽ പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് എഡിറ്റ് ചെയ്യാവുന്നതാണ്. എഡിറ്റ് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും സേവ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ റിജക്റ്റഡ് ലിസ്റ്റ് ഫോർ PNCMAC റാങ്ക് ലിസ്റ്റ് ഫോർ ദ ഇയർ 2025-26 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതായത് വിദ്യാർത്ഥികൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാതിരിക്കാനുള്ള, അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെടാനുള്ള കാരണം എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സെർച്ച് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇതിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെട്ടതായിട്ട് കാണാം. അതുപോലെ അതിൻ്റെ റീസൺ എന്താണെന്നുള്ളതും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓക്കെയാണ്, പ്രത്യേകിച്ച് പ്രോബ്ലം ഇല്ല, എല്ലാം കറക്റ്റാണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ചില വിദ്യാർത്ഥികളുടെ ഇത് കൊടുത്തത് കാണാൻ പറ്റും. ഇംഗ്ലീഷ് <50 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാൻ പറ്റും. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ BSc നഴ്സിംഗ് കോഴ്സിന് PNCMAC അപ്ലൈ ചെയ്യാനായിട്ട് ഇംഗ്ലീഷിന് 50% മാർക്ക് വേണം. +2-ൻ്റെ ഒരു 100-ലാണ്, അത് 100-ലാണ് മാർക്ക് വരുന്നത്. 80 മാർക്ക് എഴുത്ത് പരീക്ഷ, 20 മാർക്ക് CE ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പകുതി 50 മാർക്കാണ്. ഇതാണ് 50% എന്ന് വെച്ചാൽ 50 മാർക്ക് നിങ്ങൾക്ക് +2 സെക്കൻഡ് ഇയറിന് കിട്ടിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 50 മാർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ ആ ഒരു ഡീറ്റെയിൽസാണ് ഇവിടെ ഇംഗ്ലീഷ് <50 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് 100-ൽ മിനിമം ഒരു 50 മാർക്കെങ്കിലും CE ഉൾപ്പെടെ കിട്ടിയിട്ടില്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഇംഗ്ലീഷ് <50 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മാർക്ക് <42 ഫോർ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താണെന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ ഫിസിക്സ്, കെമിസ്ട്രി അതുപോലെ ബയോളജി എന്നിവയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു മതിയായ, അതായത് ഈ ഒരു എലിജിബിലിറ്റിക്ക് ആവശ്യമായിട്ടുള്ള മാർക്ക് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സബ്ജക്റ്റ് മാർക്ക് ഗ്രേറ്റർ ദാൻ സബ്ജക്റ്റ് ടോട്ടൽ, അത് സബ്ജക്റ്റ് ടോട്ടലിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ തെറ്റായിട്ട് മാർക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ സബ്ജക്റ്റ് ടോട്ടൽ തെറ്റായിട്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തത് കാണാൻ പറ്റും നോ 50% മാർക്ക് ഫോർ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓർ ടോട്ടൽ <230 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തതാണ്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു BSc നഴ്സിംഗിന് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയ്ക്ക് ടോട്ടൽ 50%, ഇംഗ്ലീഷിന് സെപ്പറേറ്റ് ആയിട്ട് +2-ന് സെക്കൻഡ് ഇയറിന്, ഇത് +2-ൻ്റെ സെക്കൻഡ് ഇയറിലെ മാർക്ക് ഇതിന് പരിഗണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിന് 50% മാർക്ക് ഈ ഒരു ഇംഗ്ലീഷിന് ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ 50% മാർക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, അതുപോലെ തന്നെ ബയോളജി എന്നിവയ്ക്ക് ടോട്ടൽ കൂട്ടുമ്പോൾ 50% മാർക്ക് എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞുതരാം. ഫിസിക്സിന് 120-ലാണ് ടോട്ടൽ CE, PE അതുപോലെ ഗ്രേസ് മാർക്ക് അങ്ങനെ എല്ലാം കൂട്ടുമ്പോൾ 120-ലാണ് വരിക. അതുപോലെ തന്നെ ഇതും 120-ലാണ് വരിക. അതുപോലെ തന്നെ ഈ ഒരു ബയോളജിയും 120-ലാണ് വരിക. അങ്ങനെ ടോട്ടൽ കൂട്ടുമ്പോൾ 360 വരിക. 360-ൻ്റെ ഈ ഒരു 50% എന്ന് വെച്ചാൽ അതിനെ 2 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം
180 കിട്ടുക. അപ്പോൾ ഈ ഒരു 180 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലാണ് ഈ ഒരു നോ 50% മാർക്ക് ഫോർ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി, അത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയ്ക്ക് ഈ ഒരു മിനിമം യോഗ്യതയായിട്ടുള്ള 50% മാർക്ക് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ടോട്ടൽ ലെസ് ദാൻ 230 എന്ന് വെച്ചാൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷിന് 50 മാർക്ക്, അതായത് 50% മാർക്ക് +2 സെക്കൻഡ് ഇയറിന് വേണം. അപ്പോൾ ആ ഒരു മാർക്കും ഇതിൻ്റെയും കൂടെ കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്കറിയാം 230 കിട്ടുക. അപ്പോൾ ഇങ്ങനെ ടോട്ടൽ കൂട്ടുന്ന സമയത്ത് 230 മാർക്ക് കിട്ടിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ട് എങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ പരിഹരിച്ച് സേവ് ചെയ്യുക. അതുപോലെ തന്നെ എറേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. എന്നാൽ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ട് എങ്കിൽ നിങ്ങൾ എന്താണ് തെറ്റ് എന്നുള്ള കാര്യം മനസ്സിലാക്കി അത് തിരുത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ലോഗിൻ ചെയ്ത് ചെയ്യുക. ലോഗിൻ ചെയ്യാനായിട്ട് ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ലോഗിൻ ഓൾറെഡി രജിസ്റ്റേർഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ വെരിഫൈഡ് ഡാറ്റയും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ വഴിയാണ് കാണാൻ പറ്റുക. വെരിഫൈഡ് ഡാറ്റ മനസ്സിലാക്കാനായിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ക്ലിക്ക് ചെയ്ത ശേഷം BSc നഴ്സിംഗ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇമെയിൽ ID കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. അപ്പോൾ പ്രൊഫൈൽ പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വെരിഫൈഡ് ഡാറ്റ പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ അത് പരിശോധിച്ച് എന്തെങ്കിലും തെറ്റുകളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ വഴി തന്നെ നിങ്ങൾക്കത് തിരുത്താവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് എപ്പോഴാണ് വരിക എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത്, അതായത് ആദ്യം നിങ്ങളുടെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റാണ്. പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് സെപ്റ്റംബർ 1-ാം തീയതിയാണ് വരിക. അതുപോലെ തന്നെ ഈ ഒരു മെയിൻ റാങ്ക് ലിസ്റ്റ് സെപ്റ്റംബർ 3-നാണ് വരിക. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത് സെപ്റ്റംബർ 8-ാം തീയതിയാണ് വരിക. അതായത് സെപ്റ്റംബർ 8-നാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത്. സെപ്റ്റംബർ 8-ന് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു 10,000 രൂപ ടോക്കൺ ഫീസായിട്ട് അടിച്ച് ആ ഒരു സീറ്റ് നിങ്ങൾക്ക് കൺഫേം ചെയ്യണം. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ഇഷ്ടപ്പെട്ട സീറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ഫീസ് അടച്ച ശേഷം ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ആ ഒരു ഘട്ടത്തിൽ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു സമയത്ത് അതേക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വഴി അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.